നമസ്കാരം. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വില കൂടിയ സാധനങ്ങളോ സ്വർണമോ വെള്ളിയോ ഒന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ വരാറുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടോ? എങ്കിൽ ഗണപതി ഭഗവാന്റെ ഈ പ്രിയപ്പെട്ട വഴിപാട് ഒന്ന് ചെയ്തു നോക്കൂ. ഇത് എന്തുകൊണ്ടാണ് ഭഗവാന് ഇത് ഇത്ര പ്രിയപ്പെട്ടതായത് എന്നറിയാമോ? അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആയുർവേദത്തിൽ ഔഷധമായും ഹൈന്ദവ ആചാരങ്ങളിൽ പൂജയ്ക്കായും ഉപയോഗിക്കുന്ന ഒരു പുൽച്ചെടിയാണ് കറുക. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കറുക. കറുകപ്പുല്ല് ഹൈന്ദവ പൂജകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തുളസി കഴിഞ്ഞാൽ പൂജയ്ക്കും ഹോമ ആവശ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറുകയാണ്. ഗണപതിക്കുള്ള പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കറുക തന്നെയാണ്. പൂവില്ലാത്ത കറുകയാണ് പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. കറുകയുടെ പുക അന്തരീക്ഷത്തിൽ ശുദ്ധി വരുത്തും. ഗണപതിക്ക് കറുകമാല ചാർത്തുന്നത് വളരെ പ്രസിദ്ധമാണ്. കറുക ചൂടുന്നത് മൂലം ആദിവ്യാധികൾ ശമിക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധി കൂടാൻ കറുകനീര് കൊടുക്കാറുണ്ട്. ചിലയിടങ്ങളിൽ കറുക ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കാറുമുണ്ട്. ഇത് ശരീരത്തിന് നല്ല തണുപ്പ് പ്രദാനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ചർമ്മരോഗങ്ങൾ, വ്രണം എന്നിവ മാറുന്നതിന് കറുകയിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാറുമുണ്ട്. ഇനി എങ്ങനെയാണ് ഗണപതി ഭഗവാന് ഈ കറുക ഇത്രയും പ്രിയപ്പെട്ടതായി മാറിയെന്ന് നോക്കാം. എന്നിട്ട് വഴിപാടിനെക്കുറിച്ച് പറയാം. ഒരിക്കൽ അണലാസുരൻ എന്നൊരു അസുരൻ സ്വർഗലോകത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ അസുരൻ്റെ കണ്ണിൽ നിന്നും തെറിച്ച അഗ്നിയിൽപ്പെട്ട് സ്വർഗപുരി ചാമ്പലായി. ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതി അണലാസുരനുമായി യുദ്ധം ചെയ്തു. യുദ്ധവേളയിൽ തൻ്റെ വിരാട രൂപം പുറത്തെടുത്ത ഗണപതി അസുരനെ വിഴുങ്ങി. എന്നാൽ അസുരൻ്റെ ഉടലിൽ നിന്നും പ്രവഹിച്ച അഗ്നി ഗണപതിയെ വല്ലാതെ പൊള്ളിച്ചു. ഭഗവാന്റെ വയറ്റിൽ ചൂടുകൂടി അസ്വസ്ഥത ഉണ്ടാക്കി. ഗണപതിയുടെ ദേഹം മുഴുവൻ ഈ അപാരമായ ചൂട് അനുഭവപ്പെട്ടു. ഈ താപാഗ്നിയിൽ നിന്നും രക്ഷ നേടാനായി ചന്ദ്രഭഗവാൻ ഗണപതിയുടെ തലയ്ക്ക് മീതെ നിന്ന് തണലേകി. വിഷ്ണു ഭഗവാൻ താമരപ്പൂ നൽകി. ശിവഭഗവാൻ വയറിനു ചുറ്റും ആശ്വാസമേകാൻ നാഗത്തെ നൽകി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഗണപതി ഭഗവാന് ചൂടിൽ നിന്ന് ആശ്വാസം ഉണ്ടായില്ല. ഒടുവിൽ പല ദിക്കുകളിൽ നിന്നും മഹാമഹർഷിമാർ ഗണപതി ഭഗവാന് 21 കറുകപ്പുല്ലുകൾ നൽകി. ഇതോടെ ചൂടിൽ നിന്നും ഭഗവാന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കറുകപ്പുല്ലുകൊണ്ട് പൂജിക്കുന്നവരിൽ താൻ പ്രസന്നമാകുമെന്നും ഗണപതി ഭഗവാൻ അനുഗ്രഹം നൽകി. 21 കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത്. ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കണം. ഏതു കാര്യവും തുടക്കം കുറിക്കുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. ഏതു കാര്യവും മംഗളകരമായി പൂർണ്ണതയിലെത്താൻ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഗണേശ പ്രീതിക്കായി ഒരുപാട് വഴിപാടുകൾ ഉണ്ട്. പക്ഷേ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുകമാല സമർപ്പണം. കുടുംബ ഐശ്വര്യത്തിനും കീർത്തിക്കും വിദ്യാഭ്യാസത്തിനും തൊഴിലിൽ ഉയർച്ച, വിവാഹ തടസ്സം മാറൽ, അങ്ങനെ സർവ്വ വിഘ്നനാശങ്ങൾക്കും ഭക്തർ ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നു. അധികം ധനച്ചെലവില്ലാത്ത ഈ വഴിപാട് ഭഗവാന് സമർപ്പിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുകയും കറുക ഹോമം നടത്തുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇനി ക്ഷേത്രങ്ങളിൽ പോയി ഈ വഴിപാട് നടത്താൻ സാധിക്കാത്തവർ വീട്ടിൽ ഗണപതി വിഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിൽ 21 കറുക പറിച്ച് ശുദ്ധമാക്കി സമർപ്പിക്കാം. അല്ലെങ്കിൽ മാലയുണ്ടാക്കി ചാർത്താം. ക്ഷേത്ര ദർശന സമയത്ത് ഭക്തിപൂർവ്വം കറുക സമർപ്പിച്ചാലും മതി. കറുകമാല സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് നല്ല പോസിറ്റിവിറ്റി കിട്ടുന്നു. മരുന്ന് കഴിക്കുന്നവർക്ക് അതിൻ്റെ ഫലപ്രാപ്തി വേഗം ലഭിക്കുന്നു. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉപദേവനായി ഗണപതി ഭഗവാൻ ഉണ്ട്. അതിനായി ഒരു പ്രത്യേക ക്ഷേത്രം തേടി പോകേണ്ടതില്ല. ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൂടിയും പ്രാർത്ഥിക്കുമ്പോൾ
ജീവിതത്തിലെ വിഘ്നങ്ങൾ അകന്ന് മനസ്സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നു. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.